Hi, Namaste, welcome back to my channel Vintrader. ഇന്നത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും പെർഫോമൻസ് ആണ്. ഇന്നെന്ന് പറഞ്ഞാൽ 17th സെപ്റ്റംബറിലെ പെർഫോമൻസ് ആണ്. ഇന്ന് മോർണിംഗിൽ നമുക്ക് മാർക്കറ്റ് കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം കയറിയ ശേഷം മാർക്കറ്റ് നിഫ്റ്റിയിൽ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ മോർണിംഗിൽ തന്നെ ഒരു പ്രോഫിറ്റ് വന്നിരുന്നു, പിന്നെ ഒരു മൂവ്മെൻറ്റ് ഇല്ലായിരുന്നു. എന്നാൽ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു, ബൈയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ് പോരുന്നത്. അപ്പോൾ നമുക്ക് എവിടെ ട്രേഡ്, അതായത് ഒരു ട്രേഡ് കഴിഞ്ഞാൽ എവിടെ ട്രേഡ് എടുക്കണം, എത്രത്തോളം കണ്ടിന്യൂസ് ചെയ്യണം, നമുക്ക് ഇതുപോലത്തെ സാഹചര്യത്തിൽ ഹ്യൂജ് റിട്ടേൺസ് എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രോപ്പർ എൻട്രിയും, അതായത് ആക്യുറേറ്റ് എൻട്രിയും എക്സിറ്റും ഫേക്ക് റിവേഴ്സൽ ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് സൈഡ് വേസ് ഇൻഡിക്കേഷൻ ആയിട്ട് സെപ്പറേറ്റ് കളർ സൈഡും കൊടുത്തിട്ടുണ്ട്. ട്രേഡ് എടുത്തു കഴിഞ്ഞാലും റിവേഴ്സ് പോയി കഴിഞ്ഞാൽ എവിടെ എക്സിറ്റ് ചെയ്യണം. ഇന്നത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ സെൽ സിഗ്നൽ നിഫ്റ്റി 2 മണിക്ക് ശേഷം വന്ന സെല്ല് കൺഫേംഡ് ആയിരുന്നു, ഓക്കെ ആയിരുന്നു. എല്ലാ കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് പോയി. അപ്പോൾ നമ്മൾ ട്രേഡ് എടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ സെൽ ഇൻഡിക്കേഷൻ എവിടുന്ന് അതായത് റിവേഴ്സ് പോകുമ്പം എവിടെ എക്സിറ്റ് ചെയ്യണം സോഫ്റ്റ്വെയർ അവിടെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വർക്കൗട്ട് ചെയ്യാം ഈ സ്ട്രാറ്റജി എന്ന് ലൈവിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് കാണിച്ചു തരാം. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈവ് റേറ്റ് ഇവിടെ കാണാം. ഇന്നത്തെ നമുക്ക് ബൈയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് പുതിയൊരു സിഗ്നൽ ഫോം ആയിട്ടില്ല. ലാസ്റ്റ് ക്ലോസിങ്ങിൽ കഴിഞ്ഞ ദിവസം 2:30 ശേഷം വന്ന, അതായത് 16-ാം തീയതി വന്ന സിഗ്നലാണ്. അത് ബൈ എൻട്രി മേളിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടാർഗറ്റുകൾ താഴെ 3 ടാർഗറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സിഗ്നൽ വരുമ്പോൾ കൺഫർമേഷൻ, അതായത് ഒരു പുതിയ സിഗ്നലാണ് ഫോം ആകുന്നെങ്കിൽ, ഇപ്പോൾ റെഡ് ആണ് സെല്ലാണെങ്കിലും ഗ്രീൻ ആണെങ്കിലും നമുക്ക് ആ ലെവല് കൺഫേം ആയണം അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കാം. ഇപ്പം ഇവിടെ നമുക്ക് ബൈ കൺഫേംഡ് ആയിരുന്നു, കാരണം ക്യാൻഡിൽ കളർ ഗ്രീൻ ഉണ്ട്, താഴെ ഗ്രീൻ ഉണ്ട്. നമുക്ക് ഓൾറെഡി കൺഫേം ആയതിനു ശേഷമാണ് സിഗ്നൽ വന്നിരിക്കുന്നത് താഴെ. അപ്പം അവിടെ നമുക്ക് ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാം. അവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഇന്നും സെയിം അതേ ലെവലിൽ മാർക്കറ്റ് റെസിസ്റ്റൻസ് അടിച്ച് കയറുകയാണ് ചെയ്യുന്നത്. അപ്പം മോർണിംഗിൽ തന്നെ ഒരു അടിച്ചുകയറ്റം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്കൊരു ഡൗൺ സൈഡ് പോയിരുന്നു. പക്ഷേ 1 മിനിറ്റിൽ അവിടെ ഒരു ഡൗൺ സിഗ്നൽ കാണിച്ചിരുന്നു. പക്ഷേ 5 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഡൗൺ ഇൻഡിക്കേഷൻ തന്നിരുന്നില്ല. നമുക്കിവിടെ ഹോൾഡ് ചെയ്യാമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്തിട്ട് തിരിച്ച് രണ്ടാമത് കയറുമ്പോൾ എൻട്രി എടുത്താലും മതി. അല്ലെങ്കിൽ നമുക്ക് താഴെ ഗ്രീനാണ്, ധൈര്യമായിട്ട് അവിടെ ഹോൾഡ് ചെയ്യാം. ഇവിടുന്ന് ഒരു പെട്ടെന്നൊരു ഇറക്കിറങ്ങിയതിനു ശേഷം പിന്നെ തിരിച്ച് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ട്രേഡ് നമുക്ക് ആ ഇറക്കത്തിൽ കയറി പിടിക്കുകയും ചെയ്യാം. അവിടുന്ന് വൺ സൈഡ് മൊമെൻ്റ് ആണ് പോയത്. നമുക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ അപ് ട്രെൻഡ് കയറിയിട്ടുണ്ട്. ഇപ്പം ഒരു 1 മിനിറ്റ് നമുക്കൊരു ഡൗൺ ഇൻഡിക്കേഷൻ കാണുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് നിറങ്ങാൻ ഇവിടെ ട്രെൻഡ് കുറച്ചുകൂടെ ഈ റിട്രേസ്മെൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഡൗൺ ഇൻഡിക്കേഷൻ. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അത് ഹോൾഡ് ചെയ്യാൻ കാണും, താഴെ ഗ്രീനായ സ്ഥിതിക്ക്. അല്ലെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് വിടാം. അപ്പോൾ എക്സ്ട്രാ കളർ വരുമ്പോൾ മാത്രം എക്സിറ്റ് ചെയ്ത് വിട്ടാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ട്രെൻഡ് നോക്കിയിട്ട്, നമ്മുടെ പ്രോഫിറ്റിലുള്ള ബുക്കാണ്, നമുക്ക് ട്രെൻഡ് നോക്കി നമുക്ക് എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ താഴെ ഗ്രീനും ക്യാൻഡിൽ ഗ്രീനാണ്, നമുക്കത് ബൈ സൈഡ് തന്നെയാണെന്നാണ് സോഫ്റ്റ്വെയർ പറയുന്നത്. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് മാർക്കറ്റ് ഒറ്റയടിക്ക് അടിച്ച് കയറുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് ആ കണ്ടിന്യൂഷൻ മാർക്കറ്റ് നമുക്ക് ചെറിയ ട്രേഡ് പോയിരുന്നു. അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് പിന്നൊരു നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, വോളിയം ഉണ്ടായിരുന്നില്ല. മാർക്കറ്റ് കയറുന്ന തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല വോളിയം ഉണ്ടായിരുന്നില്ല. 2 മണിക്ക് ശേഷം ഡൗൺ സൈഡ് കൺഫേം ആയി വന്നു, കൺഫർമേഷൻ വന്ന് നമ്മൾ ട്രേഡ് എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് മാർക്കറ്റ് പെട്ടെന്ന് റിവേഴ്സ് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഓറഞ്ച് കളറിൽ അവിടെ എക്സിറ്റ് അടിക്കാം. ഷോർട്ട് അടിക്കുന്നവർക്കൊക്കെ നമുക്ക് മിനിറ്റ് വൈസിൽ അവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. M1 നമുക്ക് അവിടെ എൻട്രി, M1 നമുക്ക് അവിടെ ലാസ്റ്റ് വന്ന ഡൗൺ ഇൻഡിക്കേഷൻ ചെറിയ രീതിയിൽ കിട്ടിയതാണ് നമുക്ക്. അപ്പോൾ അവിടെ സെല്ലും വന്നിരുന്നു. ലാസ്റ്റ് വന്ന ബൈ സൈഡ് ഇൻഡിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രീമിയം ചാർട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ വ്യൂവിൽ സിമ്പിൾസിൽ പോയിട്ട് നമുക്ക് ഏതാണ് പ്രീമിയം വേണ്ടത് അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 25, 100, 200 നമ്മുടെ കയ്യിലുള്ള മാർജിൻ പോലെ നമ്മളിവിടെ ആഡ് ചെയ്യാം. ഈ ലാസ്റ്റ് വന്ന സിഗ്നലിൽ നിന്ന് നമുക്ക് 25, 300 കോൾ ഓപ്ഷൻ ആണ്. ഇത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വന്ന പൈസകൾ 140 വന്നിട്ടുണ്ട്. കൺഫർമേഷൻ ബ്രേക്ക്ഔട്ടും 144 ബ്രേക്ക് ചെയ്ത് പോയി. അവിടുന്ന് അപ്രോക്സിമേറ്റ് ഇപ്പം നോക്കുകയാണെങ്കിൽ 157, 15 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ട്രേഡുകൾ പെട്ടെന്ന് നമുക്ക് ആക്ച്വലി സ്കാൽപ്പിങ്ങിലൂടെ, അതായത് മിനിറ്റ് വൈസ് ചാർട്ടിലൂടെ എടുക്കാൻ സാധിക്കും ഷോർട്ട് ട്രേഡുകൾ. അപ്പം മോർണിംഗിൽ ഇന്നത്തെ സിഗ്നലിൽ ഇതുപോലെ തന്നെയായിരുന്നു. നിഫ്റ്റിയുടെ മോർണിംഗ് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഗ്യാപ്പിൽ ഓപ്പൺ ആയിട്ട് ഇവിടുന്ന് ട്രേഡ് പോയിട്ടുണ്ട്. കാരണം ഗ്യാപ്പിലും നമ്മൾ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രേഡ് പിടിക്കുന്നത് നമ്മൾ റിട്രേസ്മെൻറ്റിൽ നിന്നാണ്. ഈ താഴെ നിന്ന് നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് മേലേക്ക് കയറിയിട്ടുണ്ട്. അവിടുന്ന് 132 പോയതാണ്. 132 ഒറ്റ കയറ്റം 158 വരെ 59 വരെയൊക്കെ പോയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ മാർക്കറ്റ് അതായത് ഒരുപാട് ഇറങ്ങുകയും ഒരുപാട് കയറുകയും ചെയ്യുന്നില്ലാത്ത ആ ഒരു ലെവലാണ് നിന്നിരുന്നത്.
5 മിനിറ്റ്സിൽ നമുക്ക് അവിടെ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിൽ നമുക്ക് അവിടെ ബൈൻ്റെ ഇൻഡിക്കേഷൻ തന്നെയാണ് തന്നിരുന്നത്. സെല്ല് തന്നിട്ടില്ല, ഇടയ്ക്കൊരു ഇറക്കവും നമുക്ക് സ്ട്രോങ് ഡൗൺ തന്നിട്ടില്ല. ബൈ ഇൻഡിക്കേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും ലൈവ് സെക്ഷൻ, അതായത് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു ലൈവിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.